ആദ്യം ചോദ്യം വായിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ അംശബന്ധമാകാൻ സാധ്യത ഉള്ളതേത്? ഇവിടെ കോണുകളുടെ അളവുകളുടെ അംശബന്ധമാണ്, വശങ്ങളുടെ അല്ല. അപ്പോൾ എങ്ങനെയാണത് പറയുക? നമുക്കതിനായിട്ട് ആദ്യം ഒരു മട്ടത്രികോണം ഞാൻ വരയ്ക്കുക. മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കോൺ 90 ആയിരിക്കും, മട്ടകോണായിരിക്കും. അത് 90 ആണ്. അപ്പോൾ ഈ ഒരാൾ 90 ആണ്. പിന്നെന്താണ്? ഈ ബാക്കിയുള്ള ചെറിയ 2 കോണുകൾ കൂട്ടിയാൽ 90 കിട്ടുകയും ചെയ്യണം. അങ്ങനെയാണ് ആകെ 180 ആകുന്നത്. അപ്പോൾ ആ ചെറിയ കോണുകൾ കൂട്ടുമ്പോൾ 90 ആണ്. ഞാനതിനെ 40 എന്നും 50 എന്നും കൊടുക്കുകയാണ്. ഇഷ്ടമുള്ളത് കൊടുക്കാം. കണ്ടോ? ഇപ്പോൾ അംശബന്ധം എടുക്കുമ്പോൾ എങ്ങനെ കിട്ടാം? 90:40:50 അഥവാ 9:4:5 എന്ന് കിട്ടി. ഞാൻ ഒരു ട്രയാങ്കിൾ കൂടെ വരയ്ക്കുകയാണ്. ഇതുപോലെ റൈറ്റ് ട്രയാങ്കിൾ. ഇത് 90 ഡിഗ്രിയാണ്. ഇയാൾ ഞാൻ 60 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ 30 ആയിരിക്കും. കാരണം ചെറിയ കോണുകൾ കൂട്ടിയാൽ അല്ലേ 90 കിട്ടണം. വീണ്ടും ഞാൻ ഒന്നുകൂടെ അംശബന്ധം പറയുകയാണ്. 90:60:30 ചെറുതാക്കുമ്പോൾ 9 അല്ലേ 6:3 എന്നാണ്. ഒന്നുകൂടെ ചെറുതാക്കാം. 3:2:1. ഇനി എങ്ങനെയാണിത് മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാണെന്ന് മനസ്സിലാക്കുന്നത്? ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. ഈ തന്നിരിക്കുന്ന നമ്മുടെ അംശബന്ധത്തിലെ ചെറിയ സംഖ്യകൾ കൂട്ടിയാൽ, കണ്ടോ, ചെറിയ സംഖ്യയായ 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ അംശബന്ധത്തിലെ വലിയ സംഖ്യയായ 9 കിട്ടി. ഇതുപോലെ ഇവിടെയും ചെറിയ സംഖ്യയായ 2ഉം 1ഉം കൂട്ടിയപ്പോൾ വലിയ സംഖ്യയായ 3 കിട്ടി. ഇനി നമുക്ക് നോക്കാം നമ്മുടെ അംശബന്ധങ്ങളൊക്കെ. അപ്പോൾ ചെറിയ അംശബന്ധത്തിലെ ചെറിയ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യ കിട്ടണം. ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് 3, 4, 5. ചെറിയ സംഖ്യകൾ ആരൊക്കെയാണ്? 3ഉം 4ഉം കൂട്ടിയാൽ 7 കിട്ടും. വലിയ സംഖ്യ അല്ല കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ ആളെടുത്തേക്ക് 5, 6, 2. ചെറിയ സംഖ്യകൾ ആരൊക്കെയാണ്? 5ഉം 2ഉമാണ്. കൂട്ടിയപ്പോൾ 7 വന്നു. അവിടുത്തെ വലിയ സംഖ്യ 7 അല്ല. ഇനി മൂന്നാമത്തെ ആളെടുത്ത് ചെറിയ സംഖ്യകൾ 8, 5. 8ഉം 5ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 13 കിട്ടാം. അത് തന്നെയാണ് വലിയ സംഖ്യ. ഉണ്ടോ? അപ്പോൾ ചെറിയ സംഖ്യ കൂട്ടിയപ്പോൾ നമുക്ക് വലിയ സംഖ്യ കിട്ടുന്നുണ്ട്. 8ഉം 5ഉം ചെറിയ സംഖ്യകളാണ്. കൂട്ടിയപ്പോൾ വലിയ സംഖ്യയായ 13 കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആരാണ്? സി ആണ്. അപ്പോൾ അതിൻ്റെ നിയമം ഓർത്തിരിക്കുക. ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാണെന്ന് ചോദിക്കുമ്പോൾ അംശബന്ധത്തിലെ ചെറിയ സംഖ്യകളുടെ തുക എടുക്കുമ്പോൾ അത് വലിയ സംഖ്യയ്ക്ക് തുല്യമായിരിക്കണം.